ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ വന്നത് മാരുതി സുസുക്കിൻ്റെ 3 വാഹനങ്ങളാണ്. 3 വണ്ടികളും ഡീസലാണ്. അതിൽ 2 ബലേനുണ്ട്, ഒരു ടൈപ്പ് 2 വരുന്ന സ്വിഫ്റ്റും ഉണ്ട്. 3 വണ്ടിക്കും 1.3 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 18-20 ലെവലിലൊക്കെ വണ്ടിക്ക് മൈലേജും പ്രതീക്ഷിക്കാൻ പറ്റും. പിന്നെ മാരുതിൻ്റെ വണ്ടികളായതുകൊണ്ട് തന്നെ വണ്ടിക്ക് മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ റെഗുലറായിട്ട് ഓടാൻ വേണ്ടിയിട്ട് ലോ മെയിൻ്റെനൻസിലും അതുപോലെ തന്നെ മൈലേജ് കിട്ടുന്ന ഡീസൽ വാഹനങ്ങളൊക്കെ ആരെങ്കിലും അന്വേഷിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് 3. അപ്പോൾ അതിൽ ആദ്യം തന്നെ വരുന്ന വണ്ടി റെഡ് കളറിലുള്ള ബലേനോ ആണ്. 2017 വണ്ടീൻ്റെ മോഡൽ വരുന്നത്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 1,30,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ആൽഫയാണ് വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. നല്ല ഫാൻസി നമ്പറൊക്കെ വരുന്ന വണ്ടിയാണ്. KL 71 നിലമ്പൂർ രജിസ്ട്രേഷനിലാണ് വണ്ടി നിലവിലുള്ളത്. ഇൻറ്റീരിയർ ഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. നല്ല വൃത്തിയുള്ള സീറ്റ് കവറൊക്കെ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുൾ ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ എല്ലാവിധ ഫീച്ചേഴ്സും വണ്ടിക്ക് വരും. ഫോട്ടോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, സെൻറ്റർ ലോക്ക്, മിറർ ഫോൾഡിങ്, പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടൊക്കെ വണ്ടിക്ക് വരിക. സ്റ്റിയറിംഗ് കൺട്രോൾ, കമ്പനി സ്റ്റീരിയോ, ഓട്ടോ ക്ലൈമറ്റ് AC, പിന്നെ ബാക്ക് വൈപ്പർ, അലോയ് വീൽ, ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 5,65,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്ക് 5,20,000 വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. നല്ല ഫാൻസി നമ്പറൊക്കെയുള്ള വണ്ടിയാണ്. അടുത്ത വണ്ടി വരുന്നത് സെയിം വണ്ടി തന്നെയാണ്, ബലേനോ ആണ്. 2017 മോഡൽ, 18 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. നിലവിൽ 3ാമത്തെ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 60,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. KL 47 കൊടുങ്ങല്ലൂർ രജിസ്ട്രേഷനിലാണ് വണ്ടി നിലവിലുള്ളത്. വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത് ഡെൽറ്റയാണ്. വേറെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഗിർഭാഗമൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. സീറ്റ് കവറൊക്കെ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡെൽറ്റ ആയതുകൊണ്ട് തന്നെ ഫോട്ടോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, സെൻറ്റർ ലോക്ക്, പിന്നെ അഡീഷണൽ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക് വൈപ്പറൊക്കെ വരും. അലോയിൽ വണ്ടിക്ക് വരില്ല, ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലാത്തതുകൊണ്ട്. ടയർ ഭാഗമൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ വണ്ടിക്ക് വരുന്നുണ്ട്. ആ വണ്ടിക്ക് റേറ്റ് വരുന്നത് 4,70,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 4,30,000 വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ്. ലാസ്റ്റ് കാണിക്കാൻ പോണത് ടൈപ്പ് 2 വരുന്നൊരു സ്വിഫ്റ്റാണ്. 2017 വണ്ടീൻ്റെ മോഡൽ വരുന്നത്. നിലവിൽ 1,40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 3ാമത്തെ ഓണർഷിപ്പിൽ തന്നെയാണ് വണ്ടി ഉള്ളത്. നല്ല സ്കേറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. KL 48 വടക്കാഞ്ചേരി രജിസ്ട്രേഷനിലാണ് വണ്ടി നിലവിലുള്ളത്. വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത് VDI ആണ്, മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. ഇൻറ്റീരിയർ ഭാഗമൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ VDI ആയതുകൊണ്ട് തന്നെ ഫോട്ടോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, കമ്പനി സ്റ്റീരിയോ, പിന്നെ മിറർ ഫോൾഡിങ്, അത്ര ഫീച്ചേഴ്സൊക്കെ വണ്ടിക്ക് വരും. അഡീഷണൽ സ്റ്റീരിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറുണ്ട്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 4,60,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 4,20,000 വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ നിലവിൽ ഈ 3 വാഹനങ്ങളും നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. 3 വാഹനങ്ങളും ഞാൻ പറഞ്ഞല്ലോ ഡീസലാണ്. ഡീസൽ വണ്ടി ആയതുകൊണ്ട് തന്നെ റെഗുലറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത്യാവശ്യം റെഗുലറായിട്ട് യാത്രയൊക്കെ ചെയ്യേണ്ടവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് 3. 1.3 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഏകദേശം നമുക്കൊരു 18-20-22 ലെവലിലൊക്കെ വണ്ടിക്ക് മൈലേജും കിട്ടും. അപ്പോൾ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ സ്ഥലം വരുന്നത് കാക്കഞ്ചേരിയാണ്, രാമനാട്ടുകര അടുത്ത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ അടുത്താണ്.